ഗായ്സ്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അതുപോലെ തന്നെ വീട് വിട്ട് പുറത്തോട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കൊന്നും ഹെയർ കെയർ ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഹെയർ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ കട്ടുവെക്കാനും സഹായിക്കുന്ന ഒരു സ്പ്രേ അല്ലെങ്കിൽ സെറം പോലത്തെ ഒരു സംഭവമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ എങ്ങനെയാണിതെന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹോസ്റ്റലീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയറിന് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഹെയറിന് കുറച്ചും കൂടെ നമുക്ക് ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ആയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ഹെയർ സെറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണം യൂസ് ചെയ്യാം. പക്ഷേ തല നനയുന്നതിന് മുന്നേ വേണം യൂസ് ചെയ്യാം. അതായത് വെറ്റായിട്ടുള്ള ഹെയറിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തലനീര് ഇറങ്ങാതെ നോക്കുക. അത് ഇവിടെ ഉച്ചിയിലില്ലേ, അവിടെ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നനഞ്ഞ മുടിയിൽ അപ്ലൈ ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്താലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ രാത്രിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, എനിക്ക് രാവിലെ ഹെയർ വാഷ് ചെയ്യാം. ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഭാര്യ എടുത്ത് കുളിക്കരുത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ച് ഫുൾ അങ്ങ് വാരി തേച്ച് കുളിക്കാനല്ല പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ടൊക്കെ പോവുക, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് ഉലുവയാണ്. ഉലുവ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂൺ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, വീട്ടിൽ വേറെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. നിങ്ങൾ ഇത്രയും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 സ്പൂൺ ഉലുവയൊക്കെ എടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ വാട്ടർ മാത്രം യൂസ് ചെയ്യുക. വാട്ടർ മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ മിക്സ് ചെയ്ത്, അതായത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നീര് മാത്രമാണ് എടുക്കുന്നത്. അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം, എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഉലുവ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ ഹെയറിന് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. എനിക്ക് ഒരുപാട് നീളം വയ്ക്കാനും കട്ട് വയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ ചിലവർക്ക് അലർജി തോന്നാം. അലർജി അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയിലോ കഴുത്തിൻ്റെ ബേക്കിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അലർജി ആയിരിക്കും. നമ്മളിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ തേയിലപ്പൊടിയാണ് ഇടുന്നത്. ഈ 1 ഗ്ലാസ് വെള്ളം ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ആകുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കട്ടൻ കാപ്പി ഇട്ടാൽ അത്ര പ്രയാസമൊന്നുമില്ലല്ലോ, വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഉലുവയുടെ വെള്ളം എടുക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഉലുവ അലർജി അങ്ങനെ ഉള്ളവരാണെങ്കിൽ കട്ടൻ കാപ്പി മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ഹെയറിലൊന്ന് ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കട്ടൻ കാപ്പി അപ്ലൈ ചെയ്യുക. കാരണം കുറച്ച് ഡ്രൈനെസ് ഉണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. കട്ടൻ കാപ്പി നമുക്ക് വേണമെങ്കിൽ 2 ദിവസവും 3 ദിവസം വെക്കാം. പക്ഷേ ഉലുവയുടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റില്ല. കാരണം സ്മെല്ല് വരും. സ്മെല്ല് വന്നെന്ന് പറഞ്ഞാൽ ചീത്തയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും അത് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉലുവയുടെ വെള്ളം ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കരുത്. ഫ്രിഡ്ജൊക്കെ ഉള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഫ്രിഡ്ജൊക്കെ ഉള്ളവർ 2 ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ അല്ലാതെ ഫ്രിഡ്ജിലായിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയോ ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ മുടി നനഞ്ഞ മുടിയിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കുക. ഇതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇൻവേഴ്സ് മെത്തേഡിൽ മസാജ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കുറച്ചും കൂടെ നീളം വയ്ക്കുവാനും അതേപോലെ തന്നെ കട്ടി വയ്ക്കുവാനും നമ്മൾ കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മസാജിങ് ഹെയർ ഭയങ്കരമായിട്ട് നന്നായിട്ട് വളരുന്നതിന് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഹലോ
ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇനി ഒരു സിമ്പിൾ ഹെയർ പാക്കിൻ്റെ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഉടനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളൊരു സെറം പോലെയല്ല ചെയ്തത്. അപ്പോൾ ഫേസ് പാക്കൊക്കെ ഫേസ് പാക്ക് അല്ല, ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.